Okay students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവൈഡിംഗ് ദി ബ്രൗസർ വിൻഡോ എന്ന ടെക്നിക്കാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഐ ആം സന്തോഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനു കൂടെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ദെൻ വാച്ച് ദി വീഡിയോ. ഡിവൈഡിംഗ് ദി ബ്രൗസർ വിൻഡോ എന്താണ് നോക്കാം. ദി ബ്രൗസർ വിൻഡോ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 or more sections or partitions and can load different pages on it. അതായത് ഒരു വിൻഡോയിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ധാരാളം ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ഫ്രെയിംസിനും നമുക്ക് ഓരോ പേജസിനെ ലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് ആൾറെഡിയുള്ള സിംഗിൾ വിൻഡോയെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കുറേ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫ്രെയിംസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിഫറെൻറ്റ് പേജസ് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് നമുക്കാണ് ഡിവൈഡിംഗ് ബ്രൗസർ വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ടാഗ്സ് യൂസ് ചെയ്യണം. അതായത് ഒന്ന് ഫ്രെയിം സെറ്റ് ടാഗും 2 ഫ്രെയിം ടാഗും. ഈ 2 ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിൻഡോനെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. അത് ഫസ്റ്റ് ഫ്രെയിം സെറ്റ് ആണ്. ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഇറ്റ് സ്പെസിഫൈസ് ദി നമ്പർ ഓഫ് പാർട്ടീഷൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. ഫ്രെയിം സെറ്റ് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, എത്ര എണ്ണമായിട്ട് ബ്രേക്ക് ചെയ്യണം, ടോട്ടൽ വിൻഡോനെ എത്ര പാർട്ടീഷനായിട്ട് ബ്രേക്ക് ചെയ്യണം, മാത്രമല്ല അതിന് ടൈപ്പ് എങ്ങനെയായിരിക്കണം എന്ന്. ഓക്കെ, ഇനി ടൈപ്പ് എന്താവാം, ഹൊറിസോണ്ടൽ പാർട്ടീഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം, വെർട്ടിക്കൽ പാർട്ടീഷൻ ആവാം. ഓക്കെ, താഴെ തന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ 2 പാർട്ടീഷൻ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ കോളംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ വിൻഡോ ഇതാണ്. അതിന് ഫസ്റ്റ് വിൻഡോ ആൻഡ് സെക്കൻഡ് വിൻഡോ, അതായത് ഫസ്റ്റ് ഫ്രെയിം ആൻഡ് സെക്കൻഡ് ഫ്രെയിം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ട് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് പറയുന്നത് വെർട്ടിക്കൽ പാർട്ടീഷൻ. അതുപോലെ മറ്റൊരു പാർട്ടീഷനാണ് ഹൊറിസോണ്ടൽ പാർട്ടീഷൻ. അതായത് റോസ് ആയിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കും. ടോട്ടൽ വിൻഡോ ഇതാണ്. അങ്ങനെ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് പാർട്ടീഷൻ ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ പാർട്ടീഷൻ ആൻഡ് വെർട്ടിക്കൽ പാർട്ടീഷൻ. വെർട്ടിക്കൽ പാർട്ടീഷൻ പറയുന്നത് കോൾസ് എന്നും ഹൊറിസോണ്ടൽ പാർട്ടീഷൻ പറയുന്നത് റോസ് എന്നുമാണ്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത സെക്ഷൻ നമുക്ക് നോക്കുന്നത് ഫ്രെയിം സെറ്റ് എന്ന ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയെന്നാണ്. ഫസ്റ്റ് ആട്രിബ്യൂട്ട് വരുന്നത് റോസ് ആണ്. ഇറ്റ് സ്പെസിഫൈസ് ദി നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ പാർട്ടീഷൻസ്. അതായത് മുകളിൽ നമ്മൾ പറഞ്ഞു വിൻഡോ നമുക്ക് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രെയിം സെറ്റിൻ്റെ റോസ് എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഈ റോസ് എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്തൊക്കെയാവാം, പെർസെൻറ്റേജ് ആകാം, പിക്സൽ ആവാം, ആസ്റ്ററിക് ആവാം. ഇങ്ങനെ 3 ടൈപ്പ് വാല്യൂസാണ് നമുക്ക് എന്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, റോസ് എന്ന ആട്രിബ്യൂട്ടിലേക്ക് നൽകാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ നമുക്ക് നോക്കാം. താഴെ ഒരു വിൻഡോ ഉണ്ട്. ടോട്ടൽ വിൻഡോ ഇതാണ്. ടോട്ടൽ വിൻഡോയെ നമ്മൾ 3 പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പേജ് 1, പേജ് 2, പേജ് 3. പേജ് 1ൻ്റെ സൈസ് ടോട്ടൽ വിൻഡോൻ്റെ 20% ആണ്. പേജ് 2ൻ്റെ സൈസ് നമുക്ക് വേണ്ടത് ടോട്ടൽ വിൻഡോൻ്റെ 400 പിക്സലാണ് വേണ്ടത്. ഓക്കെ, ദെൻ ബാലൻസ് വേണ്ടത് നമുക്ക് ആസ്റ്ററിക് ആണ്. ഇവിടെ നമുക്ക് ആസ്റ്ററിക് എന്ന് കൊടുക്കാൻ കാരണം ടോട്ടൽ പെർസെൻറ്റേജ് 20% ഫസ്റ്റ് പേജിന് പോയി ബാലൻസ് കൊടുത്തിരിക്കുന്നത് 400 പിക്സലാണ്. അപ്പം നമുക്ക് ഈ പെർസെൻറ്റേജും പിക്സലും തമ്മിൽ ആഡ് ചെയ്ത് ബാലൻസ് വരുന്ന ഭാഗമായിരിക്കും ഇത്. അപ്പം നമുക്ക് ബാലൻസ് കണ്ടെത്താൻ റിസ്ക് ആണ്. അങ്ങനെ ബാലൻസ് എത്രയുണ്ടോ അത്രയും ഭാഗം ആ ഒരു പോർഷൻ യൂസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ആസ്റ്ററിക് എന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ ഡിവൈഡ് ചെയ്ത് ബാലൻസ് എത്രയുണ്ടോ അത്രയും എടുക്കാനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ആസ്റ്ററിക് എന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദി ആസ്റ്ററിക് സിമ്പിൾ ഈസ് യൂസ് ടു സെറ്റ് ദി റിമൈനിങ് പോർഷൻ. ഡിവൈഡ് ചെയ്ത് ബാക്കി കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കി എത്രയുണ്ടോ അത്രയും പോർഷൻസ് എടുക്കാനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ആസ്റ്ററിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേജിനെ ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് റോസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ടോട്ടൽ വിൻഡോ 20% ആണ്. ടോട്ടൽ വിൻഡോയുടെ
20%. അപ്പോൾ നമ്മൾ 20% പറഞ്ഞു. ദെൻ കോമ, പിന്നെ വേണ്ടത് 400 ആണ്. ദെൻ കോമ, പിന്നെ ബാലൻസ് നമുക്ക് അറിയില്ല എത്രയാണ്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് എത്രയുണ്ടോ അത് ആരെടുത്തോളും, ഈ സ്റ്റാർ എടുത്തോളും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 20%, ടോട്ടൽ വിൻഡോന് 20%. ഓക്കെ, അടുത്ത പാർട്ടീഷൻ 400 പിക്സൽ. ബാലൻസ് എത്രയുള്ളോ അത് ആശ്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടലായിട്ട് വിൻഡോ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആട്രിബ്യൂട്ട് കോൾസ് ആണ്. ഇറ്റ് സ്പെസിഫൈ ദി നമ്പർ ഓഫ് വെർട്ടിക്കൽ പാർട്ടീഷൻ. മുകളിൽ നമ്മൾ ഹൊറിസോണ്ടൽ പാർട്ടീഷൻ ഡിസ്കസ് ചെയ്ത്, ഇവിടെ നമ്മൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്, വെർട്ടിക്കൽ പാർട്ടീഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് വാല്യൂ മേ ബി നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ആകാം, പിക്സൽ ആവാം, ആശ്രയിക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം സെറ്റ് കോൾസ്, മുകളിൽ നമ്മൾ കൊടുത്ത റോസ് ആണ്, ഇവിടെ നമ്മൾ കോൾസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഡിവൈഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ 3 പേജസ് ലോഡ് ചെയ്യുന്ന രീതി. ഇതാണ് ഒരു വിൻഡോ. ആ വിൻഡോ നമുക്ക് 3 പേജസ് ലോഡ് ചെയ്യണം. പേജ് 1, പേജ് 2, പേജ് 3. പേജ് 1ലേക്ക് 20%. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈക്വൽ ടു 20%. ദെൻ കോമ, സെക്കൻഡ് പേജിന്റെ സൈസ് പിക്സൽ ആണ്, അപ്പോൾ 500 പിക്സൽ. ദെൻ കോമ, ലാസ്റ്റ് നമുക്ക് എത്ര സൈസ് അറിയില്ല, ബാലൻസ് എത്രയുണ്ടോ അത് ആരെടുത്തോളും, സ്റ്റാർ അല്ലെങ്കിൽ ആശ്രിക്ക് യൂസ് ചെയ്തോളും. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, സ്റ്റാർ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വെർട്ടിക്കലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എക്സാം ചോദിക്കാറുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, അതുപോലെ തിയറി എക്സാമിനേഷൻ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് ബോർഡർ ആണ്. ടു സെറ്റ് ദി ഫ്രെയിം ബോർഡർ തിക്നെസ്, അതായത് ബോർഡറിന്റെ തിക്നെസ്, ഫ്രെയിംസ് ആയി ഡിവൈഡ് കഴിഞ്ഞാൽ അതിന് ബോർഡേഴ്സ് ഉണ്ടായിരിക്കും. ബോർഡറിന്റെ തിക്നെസ് സെറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ബോർഡർ എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഫ്രെയിം സെറ്റ് ബോർഡർ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രെയിം സെറ്റിന്റെ ബോർഡർ 5 പിക്സലിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ബോർഡർ കളർ, ടു സെറ്റ് ദി ഫ്രെയിം ബോർഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അത് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡറിന് കളറും സെറ്റ് ചെയ്യാൻ പറ്റും. സെയിം ആസ് ഫ്രെയിം സെറ്റ് ബോർഡർ കളർ ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറായിരിക്കും ബോർഡർ കളർ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അടുത്ത ടാഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രെയിം ടാഗിനെ കുറിച്ചാണ്. ഫ്രെയിം സെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി പാർട്ടീഷൻ ചെയ്ത പാർട്ടീഷനിലേക്ക് നമുക്ക് ഡിഫറെൻറ്റ് പേജസിനെ ലോഡ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ലോഡ് ദി പേജ് ഇൻ ടു സ്പെസിഫൈഡ് പാർട്ടീഷൻ. നമ്മൾ ഉദ്ദേശിച്ച സ്പെസിഫൈഡ് പാർട്ടീഷനിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച പേജസിനെ ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് ഫ്രെയിം ടാഗ്. ഓക്കെ, ഇനി ഫ്രെയിം ടാഗ് ഒരു empty ടാഗ് ആണ്. ഇറ്റ് ഈസ് എ empty ടാഗ്. ഇതൊരു empty ടാഗ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് SRC ആണ്. SRC എന്ന ആട്രിബ്യൂട്ട് നമ്മൾ ഒരുപാട് ലൊക്കേഷൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രെയിമിലേക്ക് ഏത് പേജാണ് ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. SRC നമ്മൾ യൂസ് ചെയ്യുന്നത്. SRCയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു URL ആയിരിക്കും. ഓക്കെ, സപ്പോസ് നമ്മുടെ കയ്യിൽ school.html എന്നൊരു ഫയലുണ്ട്, ഒരു പേജുണ്ട്. ഈ പേജ് നമുക്ക് ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സാം ഇങ്ങനെ ചെയ്യാം. ഫ്രെയിം SRC ആട്രിബ്യൂട്ട് ഈക്വൽ ടു നമ്മുടെ കയ്യിലുള്ള HTML പേജാണ് school.html. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞു school.html. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിമിലേക്ക് നമ്മുടെ കയ്യിലുള്ള school.html എന്ന ഫയൽ ആ പേജ് ലോഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇവിടെ ആട്രിബ്യൂട്ടാണ് SRC. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് വരുന്നത് സ്ക്രോളിംഗ് ആണ്. സ്ക്രോളിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്
സ്ക്രീനേക്കാളും വലിയ ഡോക്യുമെന്റ്സ് വരികയാണെങ്കിൽ ആ സ്ക്രീനിൽ അത്രയും ഡോക്യുമെന്റ്സ് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രോൾ ചെയ്തിട്ട് ഡാറ്റ ഡോക്യുമെന്റ്സ് വ്യൂ ചെയ്യിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് സ്ക്രോൾ ബാർസ് ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർസ്. ഇത് നമുക്ക് അവൈലബിൾ ആക്കണോ വേണ്ടയോ എന്ന് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്ക്രോളിംഗ് എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രോളിംഗ് എന്ന ആട്രിബ്യൂട്ട്സിന് 3 വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാം. എസ് കൊടുക്കാം, നോ കൊടുക്കാം, ഓട്ടോ കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്രോൾ ബാർ ഉണ്ടായിരിക്കും. നോ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, സ്ക്രോൾ ബാർ ഉണ്ടാവില്ല. ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് അനുസരിച്ച് സ്ക്രോൾ ബാർ വരാം പോകാം. ചെറിയ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ സ്ക്രോൾ ബാർ ഉണ്ടാവില്ല. സ്ക്രീനേക്കാളും വലിയ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, സ്ക്രോൾ ബാർ അവൈലബിൾ ആവും. ഓക്കെ, അത് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രോളിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫ്രെയിം src ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ school.html എന്ന ഫയൽ. ഓക്കെ, നമുക്ക് സ്ക്രോളിംഗ് ഓട്ടോമാറ്റിക് വരണം, അല്ലെങ്കിൽ വേണ്ട വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രോളിംഗ് ഈക്വൽ ടു നോ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ എന്തുണ്ടാവില്ല, സ്ക്രോൾ ബാർ, വെർട്ടിക്കൽ സ്ക്രോൾ ബാറോ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറോ ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് സ്ക്രോൾ ബാർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം സ്ക്രോളിംഗ് എന്ന ആട്രിബ്യൂട്ടിലൂടെ. ഓക്കെ, അടുത്തത് നോ റീസൈസ് ആണ്. നോ റീസൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രെയിമിന് ബോർഡർ ഉണ്ടായിരിക്കും. ഈ ബോർഡറിൽ യൂസർക്ക് മൗസ് യൂസ് ചെയ്തിട്ട് വലുതാക്കാനോ ചെറുതാക്കാനോ സാധിക്കും ബോർഡർ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെന്റ് യൂസേഴ്സ് ഫ്രം റീസൈസിങ് ബോർഡർ ഓഫ് ദി സ്പെസിഫൈഡ് ഫ്രെയിം ബൈ ഡ്രാഗിങ് ഓൺ ഇറ്റ്. ഫ്രെയിമിൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, നോ റീസൈസ്. നോ റീസൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൗസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലുതാക്കാനോ ചെറുതാക്കാനോ സാധിക്കില്ല. ഓക്കെ, അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, നോ റീസൈസ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. ഈ നോ റീസൈസ് എന്ന ആട്രിബ്യൂട്ട് എന്തില്ല, സ്പെസിഫൈഡ് വാല്യൂ ഇല്ല. ഓക്കെ, ജസ്റ്റ് അങ്ങ് നോ റീസൈസ് എന്ന് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫ്രെയിം src ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞ ഫയൽ school.html. ഓക്കെ, നമുക്ക് റീസൈസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ചുമ്മാ നോ റീസൈസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ ഒരു ആട്രിബ്യൂട്ട് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തുള്ളൂ, അതിനെന്തില്ല, വാല്യൂ ഇല്ല. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് മാർജിൻ വിഡ്ത്ത് ആൻഡ് മാർജിൻ ഹൈറ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പേജിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ ഡോക്യുമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, മാർജിൻസ് ഉണ്ടായിരിക്കും. ആ മാർജിൻ്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മാർജിൻ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു സെറ്റ് ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മാർജിൻസ് ഓഫ് ഫ്രെയിം. ഓക്കെ, നെക്സ്റ്റ് നെയിം ആണ്. ടു പ്രൊവൈഡ് ദി നെയിം ഫോർ ദി ഫ്രെയിം ദാറ്റ് വിൽ ബി ഐഡന്റിഫൈ ഇൻ കോഡിംഗ്. അതായത് ഫ്രെയിമിന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നെയിംസ് പ്രൊവൈഡ് ചെയ്യാം, ഓരോ നെയിം കൊടുക്കാം. ഓക്കെ, ഈ നെയിം നമുക്ക് പ്രോഗ്രാം കോഡിൽ ഐഡന്റിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, നെയിം എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫ്രെയിം src ഈക്വൽ ടു school.html then name ഈക്വൽ ടു ഒരു നെയിം കൊടുത്തു നമ്മൾ സ്കൂൾ പേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രെയിമിൻ്റെ പേരെന്താണ്, സ്കൂൾ പേജ് എന്നായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് നെയിംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗും പഠിച്ചു കഴിഞ്ഞു, ഫ്രെയിം ടാഗും പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണോ വിൻഡോവിനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോനെ 2 പോർഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ 20%, ടോട്ടൽ വിൻഡോൻ്റെ 20%, ബാലൻസ് 80% മറ്റൊരു സെക്ഷൻ. ഓക്കെ, ഫസ്റ്റ് പേജിലേക്ക് നമ്മൾ എന്ത് ലോഡ് ചെയ്തു, hss.html എന്ന പേജ് ലോഡ് ചെയ്തു. സെക്കൻഡ് പോർഷനിലേക്ക് നമ്മൾ എന്ത് ലോഡ് ചെയ്തു, hs.html എന്ന വെബ് പേജ് ലോഡ് ചെയ്തു. ഓക്കെ,
അപ്പോൾ ആൾറെഡി ലോഡ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പേജസും നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രണ്ട് ലൊക്കേഷനിലും അതേ പേജസ് ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആൾറെഡി ആ രണ്ട് പേജസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണോ വെർട്ടിക്കൽ ആയിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് റോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രെയിം സെറ്റിന്റെ ഏത് ആട്രിബ്യൂട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഫ്രെയിം സെറ്റ് റോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും റോസ്. ഓക്കെ, ഈ റോസിൽ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ എത്ര സ്പേസാണ് കൊടുത്തിരിക്കുന്നത്? 20% കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു 20%, കോമ അടുത്ത ലൊക്കേഷനിൽ എത്ര പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത്? 80% ആണ്. അപ്പം നമ്മൾ പറഞ്ഞു 80%. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ പിന്നെ രണ്ട് പീസാക്കി 20% ആൻഡ് 80%. ഓക്കെ, ഈ ഫസ്റ്റിലെ 20% നമുക്ക് HSS.html എന്ന പേജിനെ ലോഡ് ചെയ്യണം. പേജിനെ ലോഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചത് ഫ്രെയിം ടാഗ് ആണ്. അതിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് ആണ് src ഈക്വൽ ടു നമ്മൾ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേജ്, വെബ് പേജ് HSS.html ആണ്. അപ്പോൾ HSS.html. ഓക്കെ, അപ്പോൾ ആ 20%ലേക്ക് ഒരു പേജിനെ ലോഡ് ചെയ്തു. ഓക്കെ, ഇനി ബാലൻസ് 80% ഉണ്ട്. ഈ 80%ലേക്ക് നമുക്ക് hs.html ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഫ്രെയിം src ഈക്വൽ ടു hs.html. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് ഫ്രെയിം സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേജസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വൺസ് അഗൈൻ ടോട്ടൽ വിൻഡോ ഇതാണ്. ആ വിൻഡോ രണ്ട് പോർഷനാക്കി. ഫസ്റ്റ് പോർഷൻ 20%, സെക്കൻഡ് പോർഷൻ 80% ആക്കി കഴിഞ്ഞു. ഓക്കെ, അതിൽ ഫസ്റ്റ് 20 ഡിവൈഡ് ചെയ്തു ആൻഡ് സെക്കൻഡ് 80 ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്ത്? ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 20%, 80%. ഓക്കെ, ദെൻ ഈ 20%ലേക്ക് നമ്മൾ ഏത് പേജ് ലോഡ് ചെയ്യാൻ ശ്രമിച്ചു? HSS.html ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. എങ്ങനെ ശ്രമിച്ച? ഫ്രെയിം src ഈക്വൽ ടു HSS.html. ഇനി 80%ലേക്ക് നമ്മൾ ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് hs.html. എങ്ങനെ ലോഡ് ചെയ്ത്? ഫ്രെയിം src ഈക്വൽ ടു hs.html. അങ്ങനെ രണ്ട് ലൊക്കേഷനിലേക്ക് രണ്ട് പേജസ് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് പോയിന്റ് നെസ്റ്റഡ് ഫ്രെയിം സെറ്റ് ആണ്. എന്താണ് നെസ്റ്റഡ് ഫ്രെയിം സെറ്റ് എന്ന് നോക്കാം. വെരി സിമ്പിൾ. A frame set inside another frame set is called nested frame set. ഒരു ഫ്രെയിം സെറ്റ് മറ്റൊരു ഫ്രെയിം സെറ്റിന്റെ അണ്ടറിൽ വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇതാണ് ടോട്ടൽ വിൻഡോ. ഈ ടോട്ടൽ വിൻഡോ നമ്മൾ 3 പീസായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ് പോർഷൻ, തേർഡ് പോർഷൻ. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ വിൻഡോ നമ്മൾ ഫസ്റ്റിൽ 2 ഡിവിഷൻ നടത്തി. പേജ് 1 വേണ്ടി, ദെൻ നെക്സ്റ്റ് ഈ ഒരു ഏരിയ, ഇത്ര ഏരിയ. ഓക്കെ, ഫസ്റ്റ് ഡിവിഷനിലേക്ക് നമ്മൾ പേജ് 1 ലോഡ് ചെയ്തു. സെക്കൻഡ് ഡിവിഷൻ ടോട്ടൽ ഇതാണ്. അത് നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്തു. പേജ് 2 വേണ്ടി, പേജ് 3 വേണ്ടി. ഓക്കെ, 3 ടൈപ്പിൽ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒന്ന് പിക്സൽ രീതിയിൽ, ഒന്ന് പെർസെൻറ്റേജ് രീതിയിൽ, ഒന്ന് ആസ്റ്ററിക് രീതിയിൽ. ആസ്റ്ററിക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പേജിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് എത്ര വരുന്നോ അത്രയും പോർഷൻ എടുക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആസ്റ്ററിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ 2 ഡിവിഷൻ നടത്തുന്നത്. പേജ് 2 വേണ്ടി 35.89% ആണ്. ബാലൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 100% നിന്ന് 35.89% പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് എത്ര പോർഷൻ ഉണ്ടോ അത് ആരെടുത്തോളും? സ്റ്റാർ അല്ലെങ്കിൽ ആസ്റ്ററിക് എടുത്തോളും. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യണം.
എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്നു. ഫ്രെയിം സെറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വിൻഡോ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഡിവിഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റോ സൈഡാണ്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. പേജ് 1 നിൽക്കുന്നത് ഫസ്റ്റ് റോ, നെക്സ്റ്റ് പേജ് 2ഉം 3 നിൽക്കുന്നത് സെക്കൻഡ് റോ. അപ്പൊ നമ്മൾ റോ ആയിട്ടാണ് ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 85 പിക്സൽ ആണ്. അപ്പൊ നമ്മൾ പറയാം 85 പിക്സൽ, കോമ ബാലൻസ് നമുക്കറിയില്ല പിക്സൽ ആയതുകൊണ്ട്. പെർസെൻറ്റേജ് ആണെന്ന് വെച്ചാൽ ബാലൻസ് നമുക്കറിയാം. ഇവിടെ 85 പിക്സൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് എത്രയുണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ബാലൻസിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? സ്റ്റാർ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 85 ഈ ഏരിയ, സ്റ്റാർ ഈ ടോട്ടൽ ഏരിയ, സെക്കൻഡ് പോർഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് 85ലേക്ക് നമ്മൾ ഒരു പേജിന് ലോഡ് ചെയ്യുന്നു. ഫ്രെയിം SRC ഈക്വൽ ടു ലോഡ് ചെയ്യുന്ന പേജിന്റെ പേര് പേജ് 1.html എന്നാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 85 പിക്സലിലേക്ക് എന്തായി? ഒരു പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും സെക്കൻഡ് പോർഷൻ ഇതാണ്, ഇത്ര ഏരിയ. അത് നമ്മൾ വെർട്ടിക്കലായി ഡിവൈഡ് ചെയ്യണം. പേജ് 2 ആൻഡ് പേജ് 3 കോളംസ് ആണ് വന്നിരിക്കുന്നത്. അതായത് വെർട്ടിക്കലായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഫ്രെയിം സെറ്റ് യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ കോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. കോൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കോൾസ് എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, അതിൽ ഫസ്റ്റ് കോളത്തിന്റെ സൈസ് 35.89% ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പെർസെൻറ്റേജ് കൊടുത്തു, 35.89% കൊടുത്തു, കോമ ബാലൻസ് എത്ര നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ സ്റ്റാർ യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ 35.89 എന്ന പോർഷനിലേക്ക് ഒരു പേജ് ലോഡ് ചെയ്യണം. അതിനുശേഷം സ്റ്റാർ ബാലൻസ് ഉള്ള പോർഷനിലേക്ക് മറ്റൊരു പേജിനെ ലോഡ് ചെയ്യണം. പേജിന് ലോഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രെയിം ആണ്. ഫ്രെയിം SRC ഈക്വൽ ടു നമുക്ക് പേജ് 2 ആണ് അതിലേക്ക് ലോഡ് ചെയ്യേണ്ടത്. 35% കിടക്കുന്നത് പേജ് 2 ആണ്. അപ്പോൾ നമ്മൾ പേജ് 2.html എന്ന് കൊടുത്തു. ഓക്കെ, ഇനി സ്റ്റാർ ആശ്രിക്ക് ബാലൻസ് വരുന്ന ഏരിയയിലേക്ക് മറ്റൊരു പേജ് നമുക്ക് ലോഡ് ചെയ്യണം. വീണ്ടും പേജിനെ ലോഡ് ചെയ്യാം, മറ്റൊരു പേജിനെ, പേജ് 3. ഫ്രെയിം SRC ഈക്വൽ ടു പേജ് 3.html. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ രണ്ട് ഫ്രെയിം സെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെയും ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ക്ലോസ്, ഫസ്റ്റ് ഈ ഫ്രെയിം സെറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മുകളിൽ ഫ്രെയിം സെറ്റ് ഉണ്ട്, അതിന് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് നെസ്റ്റഡ് ഫ്രെയിം. ഒരു ഫ്രെയിമിനകത്ത് മറ്റു ഫ്രെയിംസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, വൺസ് അഗെയിൻ ടോട്ടൽ വിൻഡോ രണ്ട് പീസ്. അത് നമ്മൾ റോസ് ആയി ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ. ഫസ്റ്റ് റോയ്ക്ക് നമ്മൾ ഒരു പേജ് ലോഡ് ചെയ്തു, പേജ് 1. ഓക്കെ, വീണ്ടും സെക്കൻഡ് റോ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു കോളംസ് ആയിട്ട്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. ഫസ്റ്റ് കോളമിൽ 35.89%, സെക്കൻഡ് കോളം എത്രയാണോ ബാലൻസ് ഉള്ള അത്ര ഏരിയ സെക്കൻഡ് കോളം എടുക്കുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് കോളായ 35.89ലേക്ക് പേജ് 2 നമ്മൾ ലോഡ് ചെയ്യുന്നു. ഫ്രെയിം എന്ന ടാഗ് യൂസ് ചെയ്തിട്ട് ദെൻ സെക്കൻഡ് കോളത്തിലേക്ക് സെയിം ആസ് ഫ്രെയിം ടാഗ് യൂസ് ചെയ്തിട്ട് പേജ് 3നെ ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഫ്രെയിം സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രണ്ട് ഫ്രെയിം സെറ്റിനെ നമ്മൾ ലാസ്റ്റ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് നെസ്റ്റഡ് ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഫോംസ് ഇൻ വെബ് പേജ് ആണ്. വെബ് പേജിൽ ഉപയോഗിക്കുന്ന ഫോംസിനെ കുറിച്ചാണ് അടുത്ത പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഫോംസ് എന്താണെന്ന് നോക്കാം.
Forms are container that can contains a number of controls such as text box, option button, checkbox, command button, etc. These are used to collect some data from the web page viewer. The form collects the data and submit into the server. Okay, ഇത്രയും പോയിന്റ്സ് ആണ് ഫോമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതായത് ഫോംസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ആണ്. ഇവിടെ കണ്ടെയ്നർ ടാഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫോം. അതാണ് ഇവിടെ കണ്ടെയ്നർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ക്യാൻ കണ്ടെയ്ൻ എ നമ്പർ ഓഫ് കൺട്രോൾസ്. ധാരാളം കൺട്രോൾസിനെ കണ്ടെയ്ൻ ചെയ്യും. എത്തരത്തിലുള്ള കൺട്രോൾസ്? ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ ബട്ടൺ, ചെക്ക് ബോക്സ്, കമാൻഡ് ബട്ടൺ. സാധാരണ വിൻഡോസിൽ നമ്മൾ കാണുന്ന കുറെ കൺട്രോൾസ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ ബട്ടൺ, ചെക്ക് ബോക്സ്, കമാൻഡ് ബട്ടൺ, ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് ആണ്. ടെക്സ്റ്റ് ബോക്സിലൂടെ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ബട്ടണിലൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ചെക്ക് ബോക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിലധികം ഐറ്റത്തിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. കമാൻഡ് ബട്ടൺ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് കൺട്രോൾസ് ആണ്. ഇത്രയും കൺട്രോൾസ് ഒക്കെ നമുക്ക് HTML പേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവരാൻ വെച്ചാൽ നമുക്ക് എന്ത് വേണം? ഫോം വേണം. ഓക്കെ, ഇനി എന്താ ഫോമിന്റെ പ്രത്യേകത നോക്കാം. ദീസ് ആർ യൂസ് ടു കളക്ട് സം ഡാറ്റ ഫ്രം വെബ് പേജ് വ്യൂവർ. വെബ് പേജ് വ്യൂ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇത്തരം കൺട്രോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി ഫോം കളക്ട് ദി ഡാറ്റ. ഫോം എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും ആൻഡ് സബ്മിറ്റ് ദി സെർവർ. എന്നിട്ട് എങ്ങോട്ട് സബ്മിറ്റ് ചെയ്യും? സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ യൂസറിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പേജ് വ്യൂ ചെയ്യുന്ന ആളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. എന്നിട്ട് അത് എങ്ങോട്ട് സെൻഡ് ചെയ്യാം? സെർവറിലേക്ക് സെൻഡ് ചെയ്യാം. അതാണ് ആര് ചെയ്യുന്നത്? ഫോംസ് ചെയ്യുന്നത്. ഓക്കെ, ഫോംസിനകത്ത് ധാരാളം കൺട്രോൾസ് ഉണ്ടായിരിക്കും. ഈ കൺട്രോളിലൂടെ ഡാറ്റ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ HTML ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഫോം എന്ന ടാഗ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് ഫോം ടാഗിന്റെ പ്രത്യേകത നോക്കാം. നമുക്കറിയാം, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇതിന് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് എ കണ്ടെയ്നർ ടാഗ്. ദി ഫോം കളക്ട് ദി ഡാറ്റ ആൻഡ് സെൻഡ് ടു ദി സെർവർ. യൂസറിൽ നിന്ന് ഫോം എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. ആളുകളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഏജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡാറ്റ ആയിട്ട് കളക്ട് ചെയ്യും. ഓക്കെ, ഇൻ സെർവർ സൈഡ് ഹാസ് സം ഫോം ഹാൻഡ്ലിംഗ് പ്രോഗ്രാംസ് ദാറ്റ് പെർഫോം ഓൺ ദി ഫോം ഡാറ്റ. ഓക്കെ, അപ്പോൾ ക്ലയന്റിൽ നിന്ന് യൂസർ ഡാറ്റ കളക്ട് ചെയ്യും ഫോം വഴി. ഈ ഫോമിലെ ഡാറ്റ എങ്ങോട്ട് സെൻഡ് ചെയ്യും? സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, സെർവറിൽ എന്തുണ്ടായിരിക്കും? ഫോം ഹാൻഡ്ലിംഗ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടി? ഫോമിലൂടെ വരുന്ന ഡാറ്റയെ പെർഫോം ചെയ്യാൻ വേണ്ടി. ഫോമിലൂടെ വരുന്ന ഡാറ്റയുടെ മുകളിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ധാരാളം പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അത്തരം പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് ഫോം ഹാൻഡ്ലിംഗ് പ്രോഗ്രാംസ്. ഈ ഫോം ഹാൻഡ്ലിംഗ് പ്രോഗ്രാംസ് ക്ലയന്റിൽ നിന്ന് വരുന്ന ഡാറ്റ, ക്ലയന്റിൽ നിന്ന് ഫോമിലൂടെ വരുന്ന ഡാറ്റയുടെ മുകളിൽ പെർഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഓപ്പറേഷൻ പെർഫോം ചെയ്തതിനു ശേഷം റിസൾട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഫോംസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ദെൻ നമുക്ക് ഫോമിന്റെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ആട്രിബ്യൂട്ട് വരുന്നത് ആക്ഷൻ ആണ്. ദെൻ മെത്തേഡ്, ഓക്കെ, ദെൻ ടാർഗറ്റ്. അങ്ങനെ 3 മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് ആർക്കുള്ളത്? ഫോമിനുള്ളത്. ഇനി 1 by 1 ആയി നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ഓരോ ആട്രിബ്യൂട്ട്സ്. ഫസ്റ്റ് ആക്ഷൻ. ഇറ്റ് സ്പെസിഫൈസ് which form handler program will be worked on the incoming form data. Very simple. ഫോമിലൂടെ സെർവറിലേക്ക് എത്തുന്ന ഫോം ഡാറ്റയുടെ മുകളിൽ സെർവറിലെ ഏത് പ്രോഗ്രാം വർക്ക്ഔട്ട് ചെയ്യണം എന്നാണ് ആര് തീരുമാനിക്കുന്നത്? ആക്ഷൻ എന്ന ആട്രിബ്യൂട്ട് തീരുമാനിക്കുന്നത്. വൺസ് അഗെയിൻ, ഫോമിലൂടെ സെർവറിൽ എത്തുന്ന ഡാറ്റ, ആ ഡാറ്റയുടെ മുകളിൽ സെർവറിലെ ഏത് ഫോം ഹാൻഡിൽ പ്രോഗ്രാംസ് വർക്ക് ചെയ്യണം എന്നാണ് ആര് തീരുമാനിക്കുന്നത്? ആക്ഷൻ ആട്രിബ്യൂട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ആണ്. മെത്തേഡ് ഇറ്റ് സ്പെസിഫൈസ് വിച്ച് മെത്തേഡ് ഈസ് ഫോളോഡ് ടു അപ്ലോഡ് ദി ഡാറ്റ ത്രൂ ദി ഫോം. ഫോമിലൂടെ ഏത് മെത്തേഡിൽ ഡാറ്റ സെൻഡ് ചെയ്യണം സെർവറിലേക്ക്, അതാണ് ആര് മെൻഷൻ ചെയ്യുന്നത്? മെത്തേഡ് എന്ന ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ,
അങ്ങനെ സെൻഡ് ചെയ്യാൻ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ഓക്കെ, എന്താണ് ഗെറ്റ് നോക്കാം. ഗെറ്റിലൂടെ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ നോ പ്രൊട്ടക്ഷൻ ഫോർ ദി സെൻഡിങ് ഡാറ്റ. സെൻഡ് ചെയ്യപ്പെടുന്ന ഡാറ്റയ്ക്ക് എന്തുണ്ടാവില്ല, പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വിസിബിൾ ഓൺ ദി അഡ്രസ് ബാർ. സെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ അഡ്രസ് ബാർ കംപ്ലീറ്റ് വിസിബിൾ ആയിരിക്കും. അഡ്രസ് ബാറിൽ കംപ്ലീറ്റ് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാവില്ല, പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, മാത്രമല്ല ഇറ്റ് ഓൺലി സപ്പോർട്ട്സ് ഫ്യൂ ഡാറ്റ ഫോർ അപ്ലോഡിങ്. വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമേ ഗെറ്റിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഗെറ്റിന്റെ പ്രത്യേകത. വൺസ് അഗെയിൻ, ഗെറ്റിലൂടെ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. കാരണം അഡ്രസ് ബാറിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ മൊത്തം വിസിബിൾ ആയിരിക്കും. മാത്രമല്ല കുറഞ്ഞ ഡാറ്റ മാത്രമേ എന്തിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഗെറ്റിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് എന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്, ഗെറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോസ്റ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ സെക്യൂരിറ്റി. ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. നോട്ട് വിസിബിൾ ഓൺ ദി അഡ്രസ് ബാർ. സെൻഡ് ചെയ്ത ഡാറ്റ എവിടെ കാണില്ല, അഡ്രസ് ബാറിൽ കാണില്ല. അതുകൊണ്ട് എന്തുണ്ടാവും, ഹൈ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ക്യാൻ സപ്പോർട്ട് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ടു അപ്ലോഡ്. ധാരാളം ഡാറ്റ ഒന്നിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓർത്തിരിക്കുക, മെത്തേഡ് ഫോമിന്റെ മെത്തേഡ് എന്ന ആട്രിബ്യൂട്ടിന് രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും, ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ടാർജറ്റ് ആണ്. എന്താണ് ടാർജറ്റ് നോക്കാം. ഇറ്റ് സ്പെസിഫൈസ് വേർ ദി റിസൾട്ട് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി ബ്രൗസർ. നമ്മൾ റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്ന റിസൾട്ട് നമ്മളെ ബ്രൗസറിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, ഈ റിസൾട്ട് ബ്രൗസറിൽ എവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്ന ടാർജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്പെസിഫൈസ് വേർ ദി റിസൾട്ട് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി ബ്രൗസർ. നമ്മൾ നിൽക്കുന്ന പേജിൽ വേണോ, അതോ പുതിയ പേജ് ഓപ്പൺ ചെയ്ത് അതിൽ വേണോ, അല്ലെങ്കിൽ പാരന്റ് പേജിൽ വേണോ, അല്ലെങ്കിൽ ചൈൽഡ് പേജിൽ വേണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ടാർജറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഫോം ടാഗിന്റെ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ and will be continue on the next part.